ശ്രീമദ് മഹാഭാഗവതത്തിലെ ദേവകി പരിണയം എന്ന ഭാഗം കേൾക്കൂ. ഭഗവാന്റെ അവതാരത്തിന് മുന്നോടിയായി നിർജ്ജരന്മാരും നിർജ്ജര സ്ത്രീകളും യഥായോഗ്യം വേദാവ് വിധിച്ച വണ്ണമുള്ള ജന്മം കൈവരിച്ച് ഭൂജാതം ചെയ്തു. മനുജരായി ജനിച്ചതോടുകൂടി മുജ്ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മ മായാശക്തിയാൽ അവരിൽ നിന്നും വിട്ടകന്നു. കാലം കുറെ കഴിഞ്ഞു. ഭഗവാന്റെ അവതാരത്തിനുള്ള കാലവും അടുത്തു. ദേവക യാദവന്റെ ഇളയ പുത്രിയായ ദേവകി വിവാഹപ്രായത്തിലെത്തി. താരുണ്യവും ലാവണ്യവും ഒത്തിണങ്ങി രതിയെ അതിശയിപ്പിക്കുന്ന ഒരു സുന്ദരാംഗിയായി ആ വരവർണ്ണിനി വളർന്നു. അവളുടെ വിവാഹം അത്യാഡംബരപൂർവം നടത്താൻ അപ്പോഴത്തെ ഭോജരാജനായിരുന്ന കംസൻ ഉറച്ചു. ഉഗ്രസേനന് ഭരണാധികാരമില്ലാതിരുന്നതിനാൽ രാജകന്യകയായ ദേവകിയുടെ വിവാഹം രാജാവായി വാഴുന്ന താൻ തന്നെയാണ് നടത്തിക്കൊടുക്കേണ്ടതെന്നും കംസൻ നിശ്ചയിച്ചു. ജ്യേഷ്ഠത്തിമാരുടെ ഭർത്താവായ വസുദേവരെ കൊണ്ട് തന്നെ ദേവകിയെയും വേളി കഴിപ്പിക്കാനാണ് കംസൻ തീരുമാനിച്ചത്. പിതാവായ ഉഗ്രസേനനോ പിതൃവ്യനായ ദേവകനോ അതിന് എതിരൊന്നും പറഞ്ഞതുമില്ല. ബഹുഭാര്യാത്വം അനുവദിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. ഭോജരാജാവിന്റെ ധാടിക്കും മോടിക്കും പദവിക്കും പ്രതാപത്തിനും അനുയോജ്യമായ വിധം അത്ര കെങ്കേമമായിട്ടാണ് കംസൻ ആ കല്യാണ മഹോത്സവം കൊണ്ടാടിയത്. അനവധി മഹീപതികളുടെയും മഹീസുരന്മാരുടെയും മറ്റു പൗരാവലികളുടെയും സാന്നിധ്യത്തിലും കുലഗുരുവായ ഗർഗാചാര്യരുടെ പൗരോഹിത്യത്തിലും ഒരു ശുഭമുഹൂർത്തത്തിൽ ദേവകി വസുദേവന്മാരുടെ പരിണയം പരിതുഷ്ടിയോടെ നടന്നു. സദ്യയും സർവാണിയും ദക്ഷിണകളും ദാനങ്ങളും കഴിഞ്ഞു. വരദക്ഷിണയായി പൊൻ തലേക്കെട്ടുകളണിഞ്ഞ 400 ആനകളും 14,000 അശ്വങ്ങളും 10,000 തേരുകളും 10,000 പദാതികളും 200 ദാസികളും 16,000 പശുക്കളും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പലതരം വിശേഷപ്പെട്ട പാത്രങ്ങളും ചയ്യോപകരണങ്ങളും ഒട്ടനവധി പട്ടാമ്പരങ്ങളും വിലയേറിയ സ്വർണരത്നാഭരണങ്ങളും കംസൻ വസുദേവർക്ക് നൽകി. കല്യാണഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വധുവിനെ വരന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമായി. പലവിധ വാദ്യഘോഷങ്ങൾ മുഴങ്ങി. സഹോദരിയോടുള്ള സ്നേഹാധിക്യം കൊണ്ട് കംസൻ തന്റെ സ്വർണാങ്കിത രാജകീയ രഥം തന്നെ അതിനുവേണ്ടി സജ്ജമാക്കി. ആചാരവിധി അനുസരിച്ച് എല്ലാവരെയും തൊഴുതു വന്നിച്ചു യാത്രാനുവാദവും അനുഗ്രഹങ്ങളും വാങ്ങി വധൂവരന്മാർ ആ തേരിൽ കയറിയിരുന്നു. അപ്പോൾ വിശേഷ വിധിയായി 12 ഭാരം സ്വർണം കൂടി വരദാനമെന്ന നിലയിൽ കംസൻ ആ രഥത്തിൽ കൊണ്ടുചെന്ന് വയ്പ്പിച്ചു. എന്റെ അനുജത്തിയുടെ ഈ രഥം ഇപ്പോൾ നയിക്കാൻ പോകുന്നത് ഞാനാണ് എന്ന് എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഭോജാധിപൻ ചമ്മട്ടിക്കോലുമെടുത്ത് സാരഥിയുടെ സ്ഥാനത്ത് ചാടിക്കയറിയിരുന്നു. ഗംഭീരവാദ്യമേളങ്ങളോടും ചതുരംഗ സേനകളുടെ അകമ്പടിയോടും കൂടി ആ വിവാഹ ഘോഷയാത്ര മന്ദം മന്ദം മുൻപോട്ട് നീങ്ങി. മഹാരാജാവ് തന്നെയാണല്ലോ ചമ്മട്ടിയും വീശി തേരു തെളിക്കുന്നത്. ആളുകൾ കണ്ട് അതിശയപൂർവം പരസ്പരം മന്ത്രിച്ചു. അനുജത്തി, രഥത്തിന് വേഗത കൂടുന്നത് കൊണ്ട് നിനക്ക് ഭയം തോന്നുന്നുണ്ടോ? എന്നാൽ ഞാൻ വേഗത കുറയ്ക്കാം എന്ന് കംസൻ സ്നേഹപൂർവം പിന്തിരിഞ്ഞു ചോദിച്ചപ്പോൾ ദേവകിയുടെ കോമളാനനത്തിൽ ഒരു മന്ദഹാസത്തിന്റെ പൂമൊട്ട് വിരിഞ്ഞു. ഘോഷയാത്ര കുറച്ചു ദൂരം ചെന്നപ്പോൾ പെട്ടെന്ന് അമ്പരതലത്തിൽ നിന്നും ഉച്ചത്തിൽ സ്ഫുടമായ സ്വരത്തിൽ ഒരു അശരീരി കേൾക്കപ്പെട്ടു. ഹേ ദുഷ്ടനായ കംസ, നീ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ഈ സഹോദരി പെറ്റുണ്ടാകുന്ന 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള മാർഗം ആരാഞ്ഞുകൊള്ളുക. അപ്രതീക്ഷിതമായ ഈ ആകാശവാണി കേട്ടപ്പോൾ മരണഭീതിയാൽ കംസൻ ഒന്ന് നടുങ്ങി. അനന്തരം ഒരു ഘോര സർപ്പത്തെ പോലെ ക്രൂദ്ധനായി കണ്ണുകൾ തുറിച്ച് സഹോദരിയുടെ നേർക്ക് ഉഗ്രമായൊന്നു നോക്കി. അതേവരെ ആത്മാവിനെ പോലെ സ്നേഹിച്ചിരുന്ന ആ അനുജത്തിയെ കംസൻ ആത്മഭീതിയാൽ ഘോര ശത്രുവിനെ പോലെ വെറുത്തു. ഇവളുടെ പുത്രൻ എന്നെ കൊല്ലുമെങ്കിൽ അതിനു മുൻപ് ഇവളെ ഞാൻ കൊല്ലും. ഈ ജനമധ്യത്തിൽ വെച്ച് തന്നെ എന്റെ വാളിനെ ഇവളെ ഞാൻ ഇരയാക്കും. നിന്റെ രക്ഷാമാർഗം ആരാഞ്ഞുകൊള്ളുവാൻ വാണി സൂചന നൽകിയിരിക്കുന്നതിനാൽ ദൈവം അതിന് സമ്മതിച്ചിരിക്കുന്നു എന്നാണർത്ഥം. ദൈവവചനം തെറ്റാകുകയില്ല. ഇവളെ ഞാൻ കൊല്ലും. ഇപ്രകാരം ചിന്തിച്ച് രോഷാകുലനായി കംസൻ ചമ്മട്ടി തേർത്തടത്തിലേക്ക് എറിഞ്ഞിട്ട് ഖഡ്ഗവും കയ്യിലെടുത്തുകൊണ്ട് മുൻപോട്ട് ചാടി. ഭഗിനിയുടെ വാർമുടി ചുറ്റിപ്പിടിച്ച് വലിച്ചു പൊക്കിക്കൊണ്ട് ഗളനാളം വെട്ടിച്ഛേദിക്കുവാനായി ആ ദുഷ്ടൻ വാൾ ഓങ്ങി. ദേവകി കണ്ണുമടച്ച് വാവിട്ട് പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് ജനങ്ങൾ നിസ്തബ്ധരായി നിന്നുപോയി. മേളവാദ്യങ്ങൾ നിലച്ചു. രാക്ഷസീയമായ ഭീഭത്സരംഗം. ആ സമയം വസുദേവൻ കംസന്റെ കൈയും ഖഡ്ഗവും കൂട്ടിപ്പിടിച്ച് തടുത്തുകൊണ്ട് ശാന്തതയോടെ നിവേദിച്ചു. മഹാത്മൻ, ചെയ്യരുത്. സ്ത്രീവധം പാപമാണ്.
അങ്ങയുടെ കൈയാൽ മരിക്കത്തക്കവണ്ണം ഇവളെന്തു കുറ്റം ചെയ്തു? ആകാശത്തു നിന്നും ഒരു വാണി കേട്ടതിനെ വിശ്വസിച്ച് സ്വന്തം സഹോദരിയെ വധിക്കാനൊരുങ്ങുന്നത് എത്ര കഷ്ടമാണ്. ലോകത്തിൽ മർത്യനായി ജനിച്ചാൽ അവന് മരണമുണ്ട്. ഇന്നപ്പോൾ ഇന്ന സമയത്ത് ഇന്ന വിധത്തിലാണ് മരണമെന്ന് വിധികർത്താവ് നിശ്ചയിച്ചിട്ടുള്ളത് മാറ്റാൻ ആരാലും സാധ്യമല്ല. ബുദ്ധിമാനായ അങ്ങയ്ക്ക് ഇതറിവുള്ളതാണല്ലോ. ഇവളുടെ അഷ്ടമപുത്രൻ അങ്ങയെ വധിക്കുമെന്ന് വേദാവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനാവുന്നതാണോ? അതിനും പുറമെ ഇങ്ങനെ ഒരു അശരീരി കൊണ്ട് അങ്ങയുടെ മരണം പ്രവചിക്കാൻ ദേവന്മാർക്ക് എന്താണ് ആവശ്യം? എല്ലാ രാജാക്കന്മാരുടെയും മരണത്തെക്കുറിച്ച് ആകാശവാണി കേൾക്കാറുണ്ടോ? വംശസ്ഥാപകരായ യദു, വിഷ്ണി, അന്ധകൻ മുതലായവർ എത്രയോ ശ്രേഷ്ഠന്മാരായിരുന്നു. അവരുടെ മരണത്തെക്കുറിച്ച് യാതൊരു ആകാശവാണിയും ഉണ്ടായതായി നാം കേട്ടിട്ടില്ല. ആ സ്ഥിതിക്ക് ശത്രുക്കളായ ഏതോ അസുരന്മാരുടെ മായാവാണിയായിരുന്നു അതെന്ന് ധരിക്കണം. അതുകൊണ്ട് ദയാവാരിധിയായ അങ്ങ് അശരീരിയെ വിശ്വസിച്ച് പാവപ്പെട്ട അനുജത്തിയെ വധിക്കുന്നത് ധർമ്മമല്ല. അങ്ങ് കീർത്തിമാനാണ്. പാപകരമായ സ്ത്രീവധം മൂലം അങ്ങയുടെ കീർത്തിക്ക് കളങ്കം സംഭവിക്കും. അതുകൊണ്ട് അരുത്, നിർദോഷിയായ ഇവളെ കൊല്ലരുത്. ഏവം വിധം പല സാരോപദേശങ്ങളും തത്വങ്ങളും വസുദേവർ പറഞ്ഞിട്ടും കംസന്റെ മനസ്സ് ശാന്തമായില്ല. ഓങ്ങിയ നിലയിൽ വാളും പിടിച്ചുകൊണ്ട് അവൻ നിൽക്കുകയാണ്. വസുദേവർ പിടിവിട്ടാൽ അവൻ നിർഭയം ആ പെൺകുടിയുടെ കഴുത്തറക്കും. ദാമ്പത്യ മലർവാടിയിലേക്ക് കാലുവെച്ചിറങ്ങാൻ തുടങ്ങിയ ഒരു പുതുവധുവാണവൾ. മഹാരാജാവേ, ഞാൻ പറഞ്ഞതൊന്നും അങ്ങേക്ക് വിശ്വാസമായില്ലെങ്കിൽ വേണ്ട. വസുദേവർ പിന്നെയും തുടർന്നു. ഇവളുടെ അഷ്ടമസുതൻ അങ്ങയെ വധിക്കുമെന്നാണല്ലോ അശരീരി. ഇവൾ പ്രസവിക്കുന്ന എല്ലാ ശിശുക്കളെയും പ്രസവം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ അങ്ങയെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. അങ്ങ് എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും പിഞ്ചു പ്രായത്തിൽ തന്നെ നശിപ്പിച്ചാൽ പിന്നെ അങ്ങേക്ക് പേടിക്കാൻ എന്തുള്ളൂ? അപ്രകാരം ചെയ്യാമെന്ന് ഈശ്വരൻ സാക്ഷിയായി ഞാനിതാ സത്യം ചെയ്യുന്നു. സത്യസന്ധനായ വസുദേവരുടെ അഭിപ്രായം സ്വീകാര്യമായി കംസന് തോന്നിയതിനാൽ ഭഗിനിയെ വധിക്കാനുള്ള ഉദ്യമത്തിൽ നിന്നും അവൻ പിൻവാങ്ങി. രഥത്തിൽ നിന്നും ചാടി താഴെ ഇറങ്ങി. മേളവാദ്യക്കാരും പരിവാരങ്ങളും തിരിച്ചു പോകുവാൻ കൽപ്പിച്ചതിനു ശേഷം അവൻ തന്റെ രാജകീയ രഥത്തിൽ നിന്നും ദമ്പതികളെ താഴെയിറക്കി. വസുദേവ, നിന്റെ സത്യം ഞാൻ വിശ്വസിക്കുന്നു. സത്യലംഘനം ചെയ്യരുത് എന്ന് മുന്നറിയിപ്പ് നൽകി ഭോജരാജൻ തന്റെ രഥത്തിൽ കയറി ആ രംഗത്തിൽ നിന്നും നിഷ്ക്രമിച്ചു. അനന്തരം തന്റെ സ്വന്തം തേരിൽ നവവധുവിനെയും കയറ്റി അകമ്പടിക്കാരോ ആഘോഷമോ ഒന്നും കൂടാതെ ആനകദുന്ദുബി തന്റെ വസതിയിലേക്ക് തിരിച്ചു. വസുദേവ പത്നിമാർ ദേവകിയെ തിലകം തൊടുവിച്ച് ഭദ്രദീപത്തോടുകൂടി എതിരേറ്റു തങ്ങളുടെ സപത്നി ആയി സ്വീകരിച്ചു. മാസങ്ങൾ ഏതാനും കഴിഞ്ഞു. ദേവകി ഗർഭം ധരിച്ചു. കംസൻ അതറിഞ്ഞ് പ്രഥമ ഗർഭമായതുകൊണ്ട് അവൻ ഭയപ്പെട്ടില്ല. 10 മാസം കഴിഞ്ഞ് ആ ആംഗനാരത്നം ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. സ്തന്യം നൽകിക്കൊണ്ട് അവൾ ആ പൈതലിന്റെ പിഞ്ചു വദനം നോക്കി കുറെ നേരം കരഞ്ഞു. സത്യപരിപാലനാർത്ഥം വസുദേവർ ആ ശിശുവിനെയും കൈത്തലത്തിലെടുത്തുകൊണ്ട് കംസന്റെ മുൻപിൽ പ്രവിഷ്ടനായി. ശ്യാലന്റെ സത്യസന്ധത കണ്ട് സന്തോഷിച്ച് ഭോജരാജൻ പറഞ്ഞു, ദേവകി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രനാണല്ലോ എന്റെ ഘാതകനാകുമെന്ന് അശരീരിയുള്ളത്. അതുകൊണ്ട് ഈ നിർദോഷ ശിശുവിനെ ഞാൻ എന്തിനു വധിക്കുന്നു? കൊണ്ടുപോയി സുഖമായി വളർത്തിക്കൊള്ളുക. ദുഷ്ടന്മാരായ ചിലർ ചിലപ്പോൾ കരുണാശാലികളായി കാണപ്പെടാറുണ്ട്. അതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ടേ കംസന്റെ ആ സൗജന്യധർമ്മത്തെ കണക്കാക്കുവാനുള്ളൂ. കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് വസുദേവർ ദുഃഖിച്ചു കിടന്നിരുന്ന പ്രിയതമയുടെ അന്തികത്തിലെത്തി പൈതലിനെ അവളെ ഏൽപ്പിച്ചു. ആ മാതാവിന് അപ്പോഴുണ്ടായ ആനന്ദം അവർണ്യമായിരുന്നു. മരിച്ച കുഞ്ഞ് പുനർജീവിച്ച പ്രതീതിയാണ് അവൾക്കപ്പോൾ ഉണ്ടായത്. വസുദേവ പത്നിമാരെല്ലാം ആ കുഞ്ഞിനെ വന്നെടുത്ത് ചുംബിച്ച് താലോലിച്ചു. അനന്തരം യദുകുലാചാര്യനായ ഗർഗമുനിയെ വരുത്തി ആ ശിശുവിന് കീർത്തിമാൻ എന്ന് നാമകരണവും ചെയ്യിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അപൂർവ സംഭവം എന്ന പോലെ വിരിഞ്ച തനയനായ നാരദമുനി കംസരാജധാനിയിൽ എഴുന്നള്ളി. മഹർഷിയെ ആദരപൂർവം സ്വീകരിച്ചിരുത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആഗമനോദ്ദേശം കംസൻ ആരാഞ്ഞു. മുനീന്ദ്രൻ പറഞ്ഞു, ഹേ ഭോജരാജാവേ, അങ്ങ് ശ്രീമാനും കീർത്തിമാനുമാണ്. ബുദ്ധിക്ക് അല്പം മാന്ദ്യം സംഭവിച്ചു പോയോ എന്നൊരു സംശയം. അങ്ങയുടെ സഹോദരി പ്രസവിക്കുന്ന അഷ്ടമപുത്രൻ അങ്ങയെ വധിക്കുമെന്നാണല്ലോ അങ്ങു കേട്ട അശരീരി. മുജ്ജന്മത്തിൽ കാലനേമി എന്ന അസുരനായിരുന്ന അങ്ങ് ദേവാംശം കൊണ്ട് ദേവകീദേവിയുടെ തനയന്മാരായി പിറക്കുന്നവർക്കെല്ലാം ശത്രു തന്നെയാണ്. ആയതിനാൽ അങ്ങയെ വധിക്കാൻ 8ാമത്തെ പുത്രൻ തന്നെ വേണമെന്നില്ല. ഏത് പുത്രനുമാകാം. അതിനും പുറമെ 8ാമത്തെ നന്ദനൻ തന്നെയാണ് അങ്ങയെ വധിക്കുന്നതെങ്കിൽ
അവന്റെ ജ്യേഷ്ഠന്മാരായ 7 പേരും അപ്പോൾ അവന് സഹായകമായി നിൽക്കുകയില്ലേ? ഇതൊന്നും അങ്ങ് ആലോചിക്കാതിരുന്നതുകൊണ്ടാണ് അങ്ങേക്ക് ബുദ്ധി അല്പം കുറഞ്ഞുപോയോ എന്ന് ഞാൻ ചോദിച്ചത്. നാരദൻ ഏഷണിക്കാരനാണ്, നാരദവാക്യം വിശ്വസിക്കാൻ പാടില്ല എന്ന് അങ്ങ് ധരിച്ചാലും എനിക്ക് വിരോധമില്ല. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നടക്കണമെന്നുള്ള സതുദ്ദേശമേ എനിക്കുള്ളൂ. ഈ വിധം നിവദിച്ച് വിധിസൂനു അവിടെ നിന്നും നിഷ്ക്രമിച്ചു. ആലോചിക്കാതെ കുട്ടിയെ കൊടുത്തയച്ചത് അബദ്ധമായിപ്പോയി എന്ന ചിത്തവിഭ്രമത്തോടെ കംസൻ ചാടി എഴുന്നേറ്റ് ഒരു മദയാന എന്ന പോലെ ഓടിപ്പാഞ്ഞ് സഹോദരിയുടെ മുറിയിൽ കടന്ന് തൊട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന നിർദോഷ പൈതലിനെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഒരു വട്ടപ്പാറയുടെ മേൽ രജകൻ വസ്ത്രമലക്കുന്നത് പോലെ ആഞ്ഞടിച്ച് നിഗ്രഹിച്ചു. അതിന്റെ രക്തവും തലച്ചോറും 4 വശവും ചിന്നി ചിതറി. അതുകൊണ്ടുമായില്ല, ദേവകീ വസുദേവന്മാരെ ചങ്ങലയിട്ട് പൂട്ടി കാരാഗൃഹത്തിലാക്കാനും ആ ഖലൻ കൽപ്പിച്ചു. അതിനുശേഷം 18 മാസം ഇടവിട്ട് ദേവകി 5 പുത്രന്മാരെ കൂടി പ്രസവിച്ചു. പ്രഥമനന്ദനന്റെ അനുഭവം തന്നെയാണ് അവർക്കും ഉണ്ടായത്. അവരെയും കംസൻ അപ്പോഴപ്പോൾ വട്ടശിലയിൽ അടിച്ചു കൊന്നുകളഞ്ഞു. സ്വന്തം സുഖത്തിനു വേണ്ടി മാതാപിതാക്കളെ പോലും കഠിനമായി ദ്രോഹിക്കുന്ന പുത്രന്മാരുണ്ട്. അവരെ ഉപദേശിക്കുന്നവൻ അവരുടെ ശത്രുവായും പരിഗണിക്കപ്പെടുന്നു. കംസന്റെ സ്വഭാവം ഏതാണ്ട് ആ വിധത്തിലായിരുന്നു. പിതാവായ ഉഗ്രസേനൻ പാപപ്രവൃത്തികൾ ചെയ്യരുതെന്ന് മകനെ ഉപദേശിച്ചു. അതിന്റെ ഫലമോ ആ വൃദ്ധനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലിട്ട് പൂട്ടി. ദാനവാംശം കൊണ്ട് പിറന്നവരും ദുഷ്ടന്മാരുമായ പ്രലംബൻ, ചാണൂരൻ, മുഷ്ടികൻ, തൃണാവർത്തൻ, അരിഷ്ടകൻ, കേശി, ധേനുകൻ, ഭഗൻ, അഖാസുരൻ, പൂതന തുടങ്ങിയ ഒട്ടനവധി മായാശക്തിയുള്ള ബലിഷ്ഠകായന്മാരെ തന്റെ അനുചരന്മാരായും അംഗരക്ഷകന്മാരായും കംസൻ നിയോഗിച്ചു. ചാരന്മാരായി അവർ നാടുനീളെ സഞ്ചരിച്ച് സത്തുക്കളെ നിരന്തരം ഉപദ്രവിച്ചു വന്നു. പലരും കംസന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ മധുര വെടിഞ്ഞു കോസലം, വിദേഹം, നിഷദം, വിദർഭം തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചു. ബ്രാഹ്മണരുടെ യാഗാദി സൽക്കർമ്മങ്ങൾ മുഴുവനും മുടങ്ങി. ചുരുക്കം, മധുര പാപികളുടെ ഒരു സങ്കേതമായി